ഗുജറാത്തിലെ ഭാവ്നഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഭരത് നഗർ പോലീസ് സ്റ്റേഷൻ ഏരിയ ലിമിറ്റിലാണ് ഫോറസ്റ്റ് കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 50 ഏക്കറിന് മേലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ആ ഒരു സ്ഥലം വരുന്നത്. അവിടെ ഒരുപാടധികം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കാടുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാടധികം ബിൽഡിങ്സ് ഉണ്ട്. ഗവൺമെന്റിന്റെ ബിൽഡിങ്സ് ആയിരുന്നു അത്, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ. അതേപോലെ തന്നെ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽസിന് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു ശൈലേഷ് കാംബ്ല. അപ്പോൾ ആൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ക്വാർട്ടേഴ്സിൽ ആളവിടെ ഒറ്റക്കായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. ഈ ശൈലേഷിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ സ്വന്തം സ്ഥലം ഗുജറാത്തിലെ സൂറത്താണ്. പിന്നെ ആളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപായിരുന്നു നൈന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആള് വിവാഹം കഴിച്ചത്. ആ വിവാഹ ബന്ധത്തിൽ ആൾക്ക് 2 മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. 13 വയസ്സുള്ള ഒരു മകളും അതേപോലെ തന്നെ 9 വയസ്സുള്ള ഒരു മകനും. പിന്നെ ആളൊരു ഗവൺമെന്റ് ഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ മക്കളെയും ഭാര്യയൊക്കെ ആളുടെ നാട്ടിൽ തന്നെയായിരുന്നു നിർത്തിയിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ മാറേണ്ടതായിട്ട് വരും. അത് അവരുടെ പഠനത്തിനെ ബാധിക്കും. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കുട്ടികളെയും അതേപോലെ തന്നെ വൈഫിനെയും ആൾ നാട്ടിൽ നിർത്തിയതും അതേപോലെ തന്നെ ആൾ ഇതേപോലെ തന്നെ പല പല സ്ഥലങ്ങളിൽ മാറി മാറി ജോലി ചെയ്യുന്നുണ്ടായിരുന്നതും. സാധാരണഗതിയിൽ ആൾക്ക് ലീവ് കിട്ടുന്ന സമയത്ത് ആൾ നാട്ടിലോട്ട് പോയി വൈഫിനെയും മക്കളെയും അതേപോലെ തന്നെ ആളുടെ പാരൻസിനും ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാറാണ് പതിവ്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും വെക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ വൈഫും കുട്ടികളും ഇതേപോലെ തന്നെ ആളെവിടെയാണോ ഉള്ളത് അങ്ങോട്ട് വന്ന് ആളെ കാണും. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയായിരുന്നു അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 27, 2025 ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലീവാണ്. അതുകൊണ്ട് തന്നെ ശൈലേഷിന്റെ ഭാര്യയായിട്ടുള്ള നൈന കുട്ടികളെയും കൊണ്ട് നേരെ ആ ഒരു ക്വാർട്ടേഴ്സിലോട്ട് എത്തുകയായിരുന്നു. ഒരുപാട് നാളുകളായിട്ടുണ്ടായിരുന്നു അവർ തൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ട്. അപ്പോൾ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും കുട്ടികളെയും വൈഫിനെയും കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അങ്ങനെ അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാണ്. അതായത് അവിടെ അടുത്തുള്ള ഒരുപാടധികം സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ശൈലേഷ് ഭാര്യയും മക്കളെയും കൊണ്ടുപോകാണ്. അങ്ങനെ പല സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. അങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. നല്ല രീതിയിൽ ഇങ്ങനെ അവരുടെ ആ ഒരു വെക്കേഷൻ ടൈം മുന്നോട്ട് പോവുമായിരുന്നു. അങ്ങനെ നവംബർ 5-ാം തീയതിയായി. അന്നത്തെ ദിവസം രാവിലെ തന്നെ ശൈലേഷ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയിരുന്നു. അന്ന് എന്തൊക്കെയോ കുറച്ചധികം വർക്കുകൾ ആൾക്കുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 8:30 ആയപ്പോഴത്തേനും ആള് പുറപ്പെട്ടു. അതിനു മുൻപ് ആളുടെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, കുട്ടികളുടെ കാര്യവും മറ്റൊക്കെ നോക്കിക്കോ, ഞാനിന്ന് ചിലപ്പോൾ കുറച്ച് നേരം വൈകും, എന്നാൽ ഒരു ഈവനിങ് ആകുമ്പോൾ എത്താൻ നോക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ ദിവസം ആൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആൾക്ക് കാട്ടിലെ പല പല ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പല പല ജോലികളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ പല സമയങ്ങളിലും ഫോണിനൊന്നും റേഞ്ച് ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അന്ന് ഏകദേശം ഒരു 11 മണി 12 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ആള് റേഞ്ചുള്ള ഒരു സ്ഥലത്തോട്ട് എത്തുകയായിരുന്നു. ആ സമയത്ത് ആളുടെ വൈഫിനെ വിളിക്കുകയാണ്. എന്നാൽ ആൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അന്നായിരുന്നു ആളുടെ മക്കളെയും അതേപോലെ തന്നെ വൈഫിനെയും അവസാനമായിട്ട് ജീവനോടെ കണ്ടത്. അതിനുശേഷം ആൾ വീണ്ടും വീണ്ടും ഫോണിൽ ട്രൈ ചെയ്യാണ്. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് തന്നെ ആയിരുന്നു. അങ്ങനെ ആൾ ഇത്തിരി പാനിക് ആവുകയാണ്. അതിനുശേഷം ആളുടെ ജീപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ആ ഒരു ക്വാർട്ടേഴ്സിലോട്ട് എത്തുകയായിരുന്നു. അവിടെ എത്തി ഡോറ് തുറന്നപ്പോഴാണ് അടുത്തൊരു ട്വിസ്റ്റ് ആളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഭാര്യയും മക്കളും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവർ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടാതെ അവരുടെ ബിലോങ്ങിങ്സ് ഒന്നും തന്നെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അതായത് ഇതേപോലെ തന്നെ വരുമ്പോൾ ഒരു ബാഗ് സാധനങ്ങൾ അത് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആള് വിചാരിച്ചു തന്നെ വിളിച്ചിട്ട് കിട്ടാണ്ട് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളുള്ളത് കൊണ്ട് ഭാര്യയും മക്കളും നേരെ നാട്ടിലോട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെ സൂറത്തിലുള്ള തൻ്റെ പാരൻസിനെ ആൾ വിളിക്കുകയാണ്. വൈഫും കുട്ടികളും വരുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യമായിരുന്നു ആൾ ചോദിച്ചത്. എന്നാൽ ആളുടെ പാരൻസ് പറഞ്ഞു ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാവ്നഗർ ആ ഒരു ഏരിയയിൽ നിന്നും സൂറത്തിലോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കടൽ മാർഗം പോവാം. ആ വഴി പോകാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 150 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനിയിപ്പോൾ കരയിൽ കൂടെ പോകാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ദൂരമാണ്. അതായത് കടൽ ത്രൂ പോകാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6-7 മണിക്കൂർ കൊണ്ട് സൂറത്തിലോട്ട് എത്തും. ഇനിയിപ്പോൾ റോഡ് വഴി പോകാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300 കിലോമീറ്റർ ഉണ്ട്. അറൗണ്ട് ഒരു 10 മണിക്കൂർ എടുക്കും അങ്ങോട്ട് എത്താനായിട്ട്. പിന്നെ സൂറത്തിലോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തൻ്റെ വൈഫും കുട്ടികളും അങ്ങനെയുള്ള ഏതെങ്കിലും ഏരിയയിലായിരിക്കും എന്നുള്ളൊരു തരത്തിലായിരുന്നു ആൾ ചിന്തിച്ചത്. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് വൈഫിന്റെ ഫോണിലോട്ട് ആളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും ഫോൺ റീച്ച് ആയേ ഇല്ല. അങ്ങനെ ആ ഒരു ക്വാർട്ടേഴ്സിലത്തെ സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്തും അതേപോലെ തന്നെ നൈബേഴ്സിന്റെ അടുത്തും ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും തൻ്റെ വൈഫിനെയും കുട്ടികളെയും കണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ്. എന്നാൽ അന്നത്തെ ദിവസം ആളുടെ വൈഫിനെയും കുട്ടികളെയും അവിടെ ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ശൈലേഷ് തൻ്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലോട്ടും തൻ്റെ വൈഫിന്റെ വീട്ടിലോട്ടൊക്കെ വിളിച്ചു ചോദിക്കുകയാണ് നൈൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. എന്നാൽ
നൈൻ അങ്ങോട്ടൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം ആൾ ആ ഒരു ഏരിയ മുഴുവൻ സെർച്ച് ചെയ്തു. ഇതേപോലെ തന്നെ പല ആളുകളെയും വിളിച്ചു. പിറ്റേ ദിവസമായി, അതായത് 6-ാം തീയതിയായി. അന്നും ആൾ ഇതേപോലെ തന്നെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് അന്വേഷിച്ച് നടക്കുകയാണ് ഇവർ. അതേപോലെ തന്നെ ആളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോണും വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് നവംബർ 7-ാം തീയതി. അന്നും ഏകദേശം വൈകുന്നേരം 6 മണി വരെ തൻ്റെ ഭാര്യയും മക്കളെയും ആൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ എവിടെയും അവരെ കണ്ടെത്താനായിട്ട് ആൾക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് ഭരത് നഗർ പോലീസ് സ്റ്റേഷനിലോട്ട് ആൾ പോകുന്നതും അതേപോലെ തന്നെ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നതും. പോലീസുകാർ നോക്കുമ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീഷ്യലിൻ്റെ വൈഫിനെയും മക്കളെയും ആണ് കാണാതായിരിക്കുന്നത്. ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാണോ എന്നുള്ളൊരു സംശയമായിരുന്നു ആദ്യം തന്നെ പോലീസിനുണ്ടായത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈനയും അതുപോലെ തന്നെ കുട്ടികളും അപകടത്തിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ നൈന കുട്ടികളെ ഒഴിവാക്കിയിട്ട് ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും ഇതേപോലെ തന്നെ പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ പോലീസുകാർ ആ ഒരു കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നൈനയും 2 കുട്ടികളും എങ്ങോട്ടാണ് പോയത്? പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ ഭാര്യയും മക്കളെയാണ് കാണാതായിരിക്കുന്നത്. അങ്ങനെ പോലീസുകാർ ദ്രുതഗതിയിൽ അന്വേഷണം നടത്തുകയാണ്. അവർ ലാസ്റ്റ് ധരിച്ചിരുന്ന ഡ്രസ്സ് അതേപോലെ തന്നെ അവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവർ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അന്വേഷിച്ചു. എന്നാൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോഴത്തേനും പോലീസിൻ്റെ മേൽ നല്ല രീതിയിൽ പ്രഷർ വരികയാണ്. അങ്ങനെ ഈ ഒരു കേസ് ക്രൈം ബ്രാഞ്ചിന് ട്രാൻസ്ഫർ ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ 3 സ്പെഷ്യൽ ടീം ഫോം ചെയ്യുകയായിരുന്നു. എന്നിട്ട് പല ആംഗിളിലും ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവർ ശൈലേഷിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. അന്നത്തെ ദിവസം രാവിലെ വരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും രാവിലെ തൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് താൻ ഇറങ്ങിയെന്നും അതിനുശേഷം ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറയുകയായിരുന്നു. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ നൈബേഴ്സിനെ മറ്റുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്നാൽ നൈബേഴ്സ് ആരും തന്നെ അവരെ അന്നത്തെ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറച്ച് മാറിയിട്ട് CCTV കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആ ഒരു CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള വിഷ്വൽസിൽ ഒന്നും തന്നെ ഇവർ പോയതോ വന്നതോ ആയിട്ടുള്ള ഒന്നിൻ്റെയും യാതൊരു തെളിവും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. സോ ഈ ഒരു CCTV ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലം കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവരാരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക. പോലീസിനുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള 2 സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പൈസക്കോ മറ്റോ വേണ്ടിയിട്ട് ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടായിട്ടുണ്ടാകാം. സോ കുട്ടികളെ ഒഴിവാക്കിയിട്ട് അവർ ആ ഒരു കാമുകൻ്റെ കൂടെ പോയതായിരിക്കാം. ഇല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് ആ ഒരു കാമുകൻ്റെ കൂടെ പോയതായിരിക്കാം എന്നുള്ള ഒരു നിഗമനങ്ങളിലോട്ടാണ് ആദ്യം പോലീസുകാരെത്തിയത്. അതിനോടൊപ്പം തന്നെ ഈ ശൈലേഷിനോ നൈനക്കോ വല്ല ശത്രുക്കളോ മറ്റോ ഉണ്ടോ എന്നുള്ളൊരു ആംഗിളിലും പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്യാനും മാത്രമുള്ള ശത്രുക്കളൊന്നും തന്നെ ഇവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നില്ല. പോലീസുകാർ ഒരു സൈഡിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ശൈലേഷ് ആണെന്നുണ്ടെങ്കിൽ ആളുടെ വഴിക്ക് വേറെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഏരിയയിലുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ അടുത്ത് ഈ ശൈലേഷ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആളൊരു കാര്യം പറയാണ്. ഈ നവംബർ 5-ാം തീയതി ഒരു ഫാമിലി ഇതേപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത് ആൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരുടെ അടുത്ത് ശൈലേഷ് ഈ ഒരു കാര്യം പറയാണ്. പോലീസുകാർ വന്നിട്ട് ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോട് ചോദിച്ചപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഫാമിലി ഇതേപോലെ ഓട്ടോയിൽ കയറി പോകുന്നത് താൻ കണ്ടു, പക്ഷേ അത് ശൈലേഷിൻ്റെ ഭാര്യയും കുട്ടികളാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ അടുത്തതായിട്ട് ലാസ്റ്റ് ഈ ഒരു നൈനയുടെ ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു എന്നുള്ളത് പോലീസുകാർ ചെക്ക് ചെയ്യാണ്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ആ ഒരു ഫോൺ ആ ക്വാർട്ടേഴ്സ് വിട്ട് പുറത്തോട്ട് പോയിട്ടേ ഇല്ല. അപ്പോൾ CCTV വിഷ്വൽസിലാണെന്നുണ്ടെങ്കിലും ഇവരെ കാണാനില്ല, ഫോണാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോയിട്ടുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ആയപ്പോൾ പോലീസിന് ശൈലേഷിൻ്റെ മേൽ സംശയം തോന്നുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ട് ഡ്രാമ കളിക്കുകയാണോ എന്നുള്ളൊരു ആംഗിളിൽ പോലീസുകാർ ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ശൈലേഷിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നവംബർ 12-ാം തീയതി വരെ ആൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആൾ ലീവിലായിരുന്നു. ലീവ് എടുത്തിട്ട് ആൾ എങ്ങോട്ടാണ് പോയതെന്ന് നോക്കിയപ്പോൾ ആൾ സൂറത്തിലോട്ട് പോയേക്കായിരുന്നു. അവിടെ എത്തിയിട്ട് ആളുടെ വീട്ടിൽ, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ, ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ കുട്ടികളെയും അതേപോലെ തന്നെ ഭാര്യയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്നാലും ആളുടെ പ്രവർത്തികളിൽ എന്തൊക്കെയോ പന്തികേട് പോലീസിന് തോന്നുകയാണ്. അങ്ങനെ ആളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ പോലീസുകാർ തീരുമാനിച്ചു. അങ്ങനെ ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു ആൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്വാർട്ടേഴ്സ് മുഴുവനായിട്ട് പോലീസുകാർ അരിച്ചു പറക്കുകയാണ്, എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടുമെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഒരു മൊബൈൽ ഫോൺ പോലീസിന് അവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെ മൊബൈൽ ഫോണാണെന്ന് ശൈലേഷിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് തൻ്റെ ഭാര്യയുടെ ഫോണാണെന്നുള്ളതായിരുന്നു ആൾ പോലീസിന് കൊടുത്ത റിപ്ലൈ. അങ്ങനെ പോലീസുകാർ ആ ഒരു ഫോൺ നോക്കുകയാണ്. ഫോൺ അപ്പോൾ ഫ്ലൈറ്റ് മോഡിലായിരുന്നു. അങ്ങനെ
അവർ അതിൻ്റെ ഉള്ളിലുള്ള കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ നോക്കി, അതായത് ആർക്കൊക്കെ മെസ്സേജ് എന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ശൈലേഷിന് ലാസ്റ്റായിട്ട് ഈ നെയ്ന മെസ്സേജ് അയച്ചിട്ടുള്ളത് പോലീസുകാർ കാണുകയാണ്. ആ ഒരു മെസ്സേജ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളല്ല എൻ്റെ കുട്ടികളുടെ അച്ഛൻ, വേറൊരാളാണ്. അപ്പോൾ എൻ്റെ കുട്ടികളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ കുട്ടികളെയും കൊണ്ട് പോവുകയാണ് എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലായതുകൊണ്ട് തന്നെ മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ തങ്ങളിനി അന്വേഷിക്കരുതെന്ന് കൂടെ ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും പോലീസിന് ഇതൊക്കെ കൂടെ കണ്ടിട്ട് ഒന്നും അങ്ങോട്ട് കണക്ട് ആവാനില്ല. ഒരാൾ എന്തിന് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് മെസ്സേജ് അയക്കണം, അതേപോലെ തന്നെ ആ ഒരു ഫോൺ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം തുടങ്ങിയിട്ടുള്ള സംശയങ്ങളൊക്കെ ആയിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത്. അതായത് ഒരാളൊരു മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് സെൻഡ് ആവണമല്ലോ, സെൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പോലീസുകാർ ആ ഒരു സ്ത്രീക്ക് വേറെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും അഫെയർ ഉണ്ടോ എന്നുള്ള രീതിയിലും കൂടെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അവരുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ അവർ വേറെ ആർക്കും മെസ്സേജ് അയക്കുന്നതായിട്ടും മറ്റും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അല്ലാന്നുണ്ടെങ്കിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള കോൾസോ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവരാകപ്പാടെ വിളിക്കുന്നത് അവരുടെ റിലേറ്റീവ്സിനെയും മറ്റുമൊക്കെയാണ്, പിന്നെ ഹസ്ബൻഡിനെയാണ് അവർ സ്ഥിരമായിട്ട് വിളിക്കുന്നുള്ളത്. അല്ലാതെ വേറെ ആരെയും തന്നെ അവർ ഇതേപോലെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ അവർ ക്ലീനാണ്, അവർക്ക് വേറെ അഫെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയായിരുന്നു. വളരെ സമാധാനപരമായിട്ട് എപ്പോഴും തന്റെ ഹസ്ബൻഡിനെയും കുട്ടികളെയും ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു നൈന നയിച്ചുകൊണ്ടിരുന്നിരുന്നതെന്നുള്ളത് ബാക്കി അവരുടെ റിലേറ്റീവ്സിനെയും മറ്റും ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും പോലീസിന് മനസ്സിലാവുകയാണ്. ആ ഒരു ടൈമിലാണ് നൈനയുടെ സിസ്റ്ററിനെ ഈ ഒരു മെസ്സേജ് പോലീസുകാർ കാണിക്കുന്നത്. ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ തന്നെ നൈനയുടെ സിസ്റ്റർ പറഞ്ഞു, ഇതൊരിക്കലും നൈന അയച്ച മെസ്സേജ് അല്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് കംപ്ലീറ്റ് ഇംഗ്ലീഷിലായിരുന്നു ഉണ്ടായിരുന്നത്. നൈന ഒരിക്കലും ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ഇംഗ്ലീഷിൽ അയക്കില്ല. അവർ ഗുജറാത്തിയിലാണ് ടൈപ്പ് ചെയ്ത് സാധാരണഗതിയിൽ അയക്കാറ്. അല്ലാതെ അവരുടെ ഒരു മെസ്സേജിങ് സ്റ്റൈല് തന്നെ ഇതല്ല എന്നുള്ളത് സിസ്റ്റർ തീർത്ത് പറയുകയായിരുന്നു. അപ്പോൾ ശൈലേഷ് തന്നെയാണ് ഇത്തരത്തിലുള്ള മെസ്സേജ് അയച്ചതെന്നുള്ളത് ഏകദേശം പോലീസിന് ഉറപ്പാവാണ്. എന്നാലും കൂടുതൽ എവിഡൻസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഈ ഒരു മെസ്സേജ് അയച്ച ടൈമിൽ ശൈലേഷിൻ്റെ ഫോൺ സിഗ്നൽ എവിടെയാണെന്നുള്ളത് പോലീസുകാർ ഇതേപോലെ തന്നെ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ക്വാർട്ടേഴ്സിൽ തന്നെ ആയിരുന്നു ആ ഒരു ഫോൺ സിഗ്നൽ ഉണ്ടായെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ആളെന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അന്നത്തെ ദിവസം ഒരു 8:30 ആയപ്പോൾ ആൾ ജോലിക്കായിട്ട് പോയി, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ആ ടൈമിൽ ആളുടെ ഫോൺ സിഗ്നൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ആൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിന് തീർച്ചയായി. എല്ലാന്നുണ്ടെങ്കിൽ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഒരാൾ അപ്പുറത്ത് നിന്നേറ്റ് ഇപ്പുറത്തോട്ട് മെസ്സേജ് അയക്കൂല്ലോ, അതും പിന്നെ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് എന്തായാലും അയക്കൂല. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കലേ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ മെസ്സേജ് അയക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മെസ്സേജ് സെൻഡ് ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റ് മോഡിലാണെന്നുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയിടുമല്ലോ എന്നുള്ളൊരു ബേസിക് ലോജിക്കായിരുന്നു പോലീസുകാർ ചിന്തിച്ചത്. അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ എല്ലാ സംശയവും വിരൽ ചൂണ്ടുന്നത് നേരെ ശൈലേഷിൻ്റെ മേലോട്ടാണ്. അങ്ങനെ ശൈലേഷിനെ കസ്റ്റഡിയിലെടുത്ത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ പോലീസുകാർ തീരുമാനിക്കുകയാണ്. എന്നാൽ ആളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പോലീസുകാർ ആളുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. വേറെ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാലോ എന്നുള്ളൊരു അസംഷനിലാണ് അവർ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരുപാടധികം കോളുകൾ ആൾ നടത്തിയിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നോക്കുമ്പോൾ നവംബർ 2-ാം തീയതി തുടങ്ങിയിട്ട് ആളുടെ കുറച്ച് സബോർഡിനേറ്റ്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നവംബർ 2-ാം തീയതി അമിത് എന്ന് പറയുന്ന ആളുടെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ നേരെ ഈ ഒരു അമിത്തിനെ കോൺടാക്ട് ചെയ്യാണ്. എന്തിനാണ് ശൈലേഷ് അന്ന് നിങ്ങളെ വിളിച്ചത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പോലീസുകാർ ആളുടെ അടുത്ത് ചോദിച്ചത്. അമിത് പോലീസിന്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഹയർ ഓഫീസറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 കുഴി കുഴിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആൾ വിളിച്ചതെന്നാണ് ഈ ഒരു അമിത് പറഞ്ഞത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് പോലീസുകാർ ചോദിച്ചപ്പോൾ വീട്ടിൽ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 കുഴി കുഴിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമിത് ഒരു JCB കൊണ്ടുവന്നിങ്ങായിട്ട് ആളുടെ ക്വാർട്ടേഴ്സിൻ്റെ ബാക്കിലായിട്ട് 2 കുഴി കുഴിക്കാനുണ്ടായിരുന്നത്. ഒരു കുഴി ഏകദേശം ഒരു 6 അടി താഴ്ചയിലും ഒരു കുഴി ഏകദേശം ഒരു 5 അടി താഴ്ചയിലും ആയിരുന്നു ആൾ കുഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആൾ തൻ്റെ സീനിയർ ഓഫീസറോട് ചോദിച്ചില്ല. ആൾ കുഴിയും കുഴിച്ചിങ്ങേറ്റ് ആളുടെ കാര്യം അന്വേഷിച്ചിങ്ങേറ്റ് അടുത്ത ജോലികൾക്കായിട്ട് ആൾ പോയി. എന്നാലും അമിത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തിനാണ് 2 കുഴി എന്നുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞു, ഒരു കുഴി ഇതേപോലെ തന്നെ വേസ്റ്റും കാര്യങ്ങളും ഡംപ് ചെയ്യാനാണ്. 2ാമത്തെ കുഴി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കെട്ടി നിൽക്കും. അപ്പോൾ ആ ഒരു വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മഴക്കുഴി എന്നുള്ള രീതിയിലാണ് 2ാമത്തെ കുഴി ആൾ കുഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പിന്നാലെ പോയപ്പോഴാണ് പോലീസിന് വേറൊരു കാര്യം കൂടെ മനസ്സിലാവുന്നത്. നവംബർ 6-ാം തീയതി ഇയാളുടെ വേറൊരു ജൂനിയർ ഓഫീസർ ആയിട്ടുള്ള കുൽദീപ് എന്ന് പറയുന്ന ഒരാളെ ഇയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഴി മൂടാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാളെ വിളിച്ചിട്ടുണ്ടായത്. പോലീസുകാർ കുൽദീപിന്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ആൾ ഇതേപോലെ തന്നെ കുഴി വെട്ട് മൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ കുൽദീപ് പോലീസിന്റെ അടുത്ത് പറഞ്ഞു,
അവിടെ ഒരു മാട് എന്തോ പാമ്പ് കടിച്ച് ചത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുഴിയിൽ ആ മാടിനെ ആളെടുത്തിട്ടിട്ട് കുറച്ച് മണ്ണ് മൂടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള മണ്ണിട്ടിങ്ങായിട്ട് കുഴി മുഴുവനായിട്ട് മൂടാനായിരുന്നു ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ ഞാനും രണ്ടാളുകളെയും കൊണ്ടുപോയിട്ട് ആ ഒരു കുഴി മൂടിയിട്ട് തിരിച്ചു വന്നു എന്നുള്ളതായിരുന്നു കുൽദീപ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ പോലീസിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവർ നേരെ തന്നെ ശൈലേഷിനെ പോയിട്ട് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനും തുടങ്ങി. ആദ്യ ആൾ എന്നെന്തിനാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എൻ്റെ വൈഫിനെയും കുട്ടികളാണ് കാണാതായിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. എന്നാൽ പോലീസുകാർ ഇയാളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും മാടിനെ തന്നെയാണ് അവിടെ കുഴിച്ചിട്ടത്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമാണെന്നുള്ളത്. ഇനി തനിക്ക് രക്ഷയില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയ ശൈലേഷ് നടന്ന എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ ഒരു നൈനയുടെയും ശൈലേഷിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇയാൾക്ക് വേറെ പല സ്ഥലങ്ങളിൽ ജോലിയുള്ളത് കാരണം ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ സ്ഥിരമായിട്ട് ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭാര്യയുടെ ഒരു ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കണം എന്നുള്ളതായിരുന്നു നൈനയുടെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഞങ്ങളെയും കൂടെ ക്വാർട്ടേഴ്സിലോട്ട് കൊണ്ടുപോകും, കുട്ടികളെ നമുക്ക് അവിടെ സ്കൂളിൽ ചേർത്താം, അടുത്ത ട്രാൻസ്ഫർ വരുമ്പോഴല്ലേ അപ്പോൾ നോക്കാം എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് നൈന ഇയാളുടെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്നാൽ നൈനയെ ആ ഒരു ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ട് ഇയാൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നത് പതിവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമൊന്നും ഇതിൻ്റെ പേരിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഈ പറഞ്ഞ പോലെ തന്നെ ദീപാവലി വരുന്നതും അതിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഈ നൈന കുട്ടികളെയും കൊണ്ട് ആ ഒരു ക്വാർട്ടേഴ്സിലോട്ട് വരുന്നതും അതേപോലെ തന്നെ അവരവരുടെ ടൈമും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതും. എന്നാൽ ആ ഒരു ക്വാർട്ടേഴ്സിൽ വന്നതിന് ശേഷവും ഈ ഒരു നൈനയും ശൈലേഷും തമ്മിൽ ഈ ഒരു കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ നവംബർ 5-ാം തീയതിയും സംഭവിച്ചത് അത് തന്നെയാണ്. നവംബർ 5-ാം തീയതി രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ശൈലേഷ് എഴുന്നേറ്റു. അപ്പോൾ ഇതേപോലെ തന്നെ ഭാര്യ എഴുന്നേറ്റു. എന്നിട്ട് ആ ഒരു സമയം തുടങ്ങിയിട്ട് എന്താ പറയുക, എന്താണ് നിങ്ങൾ ഞങ്ങളിവിടെ കൊണ്ട് നിർത്താത്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇയാൾക്കാകപ്പാടെ ദേഷ്യം വരികയാണ്. ആ ഒരു ദേഷ്യത്തിൽ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന തലയണ എടുത്തുങ്ങായിട്ട് ഇവരുടെ മുഖത്ത് വെച്ച് അമർത്തി ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഇവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ മക്കൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ മക്കൾ കിടന്നിരുന്ന റൂമിൽ പോയിട്ട് 2 മക്കളെയും ഇതേപോലെ തന്നെ തലയണ മുഖത്ത് വെച്ച് കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടിച്ചിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ആൾ നൈനയുടെ ഫോൺ എടുത്ത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് ഇത്തരത്തിലുള്ള മെസ്സേജ് അയക്കുന്നതും പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നതും. പിന്നെ ഇവരുടെ 3 പേരുടെയും ബോഡിയിൽ കല്ലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടായിരുന്നു ഇയാൾ ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുകയറ്റിട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ടായത്. അപ്പോൾ ഉള്ളിൽ ബോഡിയാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ആൾ മണ്ണിട്ട് മൂടി. അതിനുശേഷമാണ് ആളുടെ സബോർഡിനേറ്റ്സിനെ വിളിച്ചിങ്ങായിട്ട് ബാക്കി കുഴി മൂടാനായിട്ട് പറയുന്നതും അതേപോലെ തന്നെ അവർ വന്നിങ്ങായിട്ട് കുഴി മൂടുന്നതും. ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഈ കഥ കൊള്ളാം, പക്ഷേ പരിപാടി നടന്നത് ഇങ്ങനെയല്ല എന്നുള്ളത്. അതായത് ജസ്റ്റ് ആ ഒരു സമയത്തുണ്ടായ ദേഷ്യത്തിൻ്റെ പുറത്തല്ല നിങ്ങൾ വൈഫിനെ കൊന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ 2-ാം തീയതി തന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ 2 കുഴിയും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നവംബർ 5-ാം തീയതിയാണ് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ കൊല്ലുന്നതും ആ കുഴിയിൽ തന്നെ കൊണ്ടുപോയിങ്ങായിട്ട് കുഴിച്ചിടുന്നതും. സോ ഇത് പെട്ടെന്നുണ്ടായ ഒരു കൊലപാതകമൊന്നുമില്ല, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മേർഡർ ആണ് എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അവർ അതേ കാര്യം തന്നെ അയാളുടെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ കൂടുതലായിട്ട് ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ശൈലേഷ് ഒന്നും തന്നെ വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ശൈലേഷിൻ്റെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ അടുത്ത് പരിശോധിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് വേറൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഇയാൾ ഒരു സ്ത്രീയുമായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും കോൾ വരാറുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും കോൾ പോകാറുണ്ട്. അപ്പോൾ അതാരാണെന്ന് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ 2021 ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതിനുശേഷം ഇവരെന്തായാലും ഇനി കല്യാണമേ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞായിട്ടായിരുന്നു ജീവിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ശൈലേഷിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ഭയങ്കര പ്രണയമായിരുന്നു. അതായത് ഇവരെ കണ്ടു, ഇവർ ഇഷ്ടപ്പെട്ടു, എങ്ങനെയെങ്കിലും അവരെ കല്യാണം കഴിച്ചിങ്ങേറ്റ് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരേ ഒരു ചിന്തയായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. കല്യാണം കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും ഇവർ തമ്മിലൊരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. എന്നാലും ഇയാളുടെ വിവാഹം കഴിഞ്ഞതും മറ്റൊന്നും ആ ഒരു സ്ത്രീക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇയാളുടെ വൈഫും കുട്ടികളും ഒക്കെ ക്വാർട്ടേഴ്സിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ സ്ത്രീ അറിയും, പിന്നെ ആ ഒരു സ്ത്രീ തന്നെ വിട്ട് പോകും എന്നുള്ളൊരു ഭയം ഇയാൾക്ക് ഉണ്ടായിരുന്നു. സോ ആ ഒരു സ്ത്രീയുടെ കൂടെ ഒരുമിച്ച് താമസിക്കണം എന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയും മക്കളും ഇല്ലാതാവണം എന്നുള്ളൊരു രീതിയിലായിരുന്നു ആള് ചിന്തിച്ചത്. അങ്ങനെയാണ് ഇയാൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് തൻ്റെ ഭാര്യയെയും മക്കളെയും വകവരുത്തുന്നതും അതേപോലെ തന്നെ ആ ഒരു കുഴിയിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നതും. ആളുടെ പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ആൾ ഇതേപോലെ തന്നെ ജൂനിയേഴ്സിനെ വെച്ച് ഇങ്ങനെ കുഴി ഒഴിപ്പിച്ചു. ആള് കൊലപാതകം നടത്തി, ബോഡി അതിൻ്റെ ഉള്ളിൽ ഡംപ് ചെയ്ത് കുറച്ച് മണ്ണിട്ടു, പിന്നെ വേറെ ആൾക്കാരെ കൊണ്ട് കുഴി മൂടിച്ചു. പിന്നെ അതിനുശേഷം ആളുടെ വൈഫിനെയും മക്കളെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ ലീവ് എടുത്ത് സൂറത്തിൽ പോയിട്ട് അവിടെ ഭാര്യയും മക്കൾ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ എന്താ പറയുക,
വല്ലാത്ത രീതിയിൽ തന്റെ ഭാര്യയും മക്കളെയും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ പോരാത്തതിന് ആളുടെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ പോയി കാണുന്നു, തന്റെ ഭാര്യയും മക്കളെയും കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ലോക്കൽ പൊളിറ്റീഷ്യൻസിനെയും ആൾ പോയി കണ്ടു കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ഏതൊരു രീതിയിലും തൻ്റെ അടുത്തോട്ട് ഈ ഒരു അന്വേഷണം വരരുത് എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം ആൾ ഇങ്ങനെ തൻ്റെ ഭാര്യയും മക്കളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ തന്നെ പിടികൂടും എന്നുള്ളത് ഈ ഒരു ശൈലേഷ് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കൊലപാതകത്തിൽ ആളുടെ കാമുകിക്ക് പങ്കുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ ആ ഒരു സ്ത്രീയെയും കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി, ഇയാളുടെ കല്യാണം കഴിഞ്ഞതും ഇയാൾക്ക് 2 മക്കളുള്ളതൊന്നും പോലും ആ ഒരു സ്ത്രീക്ക് അറിയാനുണ്ടായിരുന്നില്ല. സോ ആ ഒരു കൊലപാതകവും അവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് പോലീസിന് തീർച്ചയാവുകയാണ്. പിന്നെ പോലീസുകാർ അയാളുടെ അടുത്ത് ചോദിച്ച വേറൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് നിങ്ങൾ ബോഡിയുടെ മേൽ കല്ല് വെച്ച് കെട്ടിയതെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അവിടെ അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്ന ഏരിയ ആണല്ലോ, ഇനിയിപ്പോൾ മഴ പെയ്തിട്ട് ഇളകി കിടന്ന മണ്ണിൽ ആ ഒരു ബോഡി എങ്ങാനും മുകളിലോട്ട് പൊന്തി വന്നാലോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് ഇതേപോലെ കല്ലിട്ട് ഇങ്ങേറ്റ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു മറുപടി ആയിരുന്നു ആൾ പോലീസിനോട് പറഞ്ഞത്. ഒന്നാലോചിച്ച് നോക്കിയാൽ തൻ്റെ കാമുകിയെ വിവാഹം കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ആളുടെ സ്വന്തം മക്കളെയും അതേപോലെ തന്നെ ഭാര്യയൊക്കെ ഇല്ലാതാക്കുന്നൊരു എക്സ്ട്രീമിലോട്ടാണ് പോയത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇയാളിപ്പോൾ ജയിലിലാണ്, കേസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.